ഈ വാർത്താ ബഹളങ്ങൾക്കിടെ നമ്മുടെ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നേട്ടം കൂടി പങ്കുവയ്ക്കട്ടെ. പ്രതിസന്ധികൾ പ്രതീക്ഷിക്കേണ്ട ഭാവിയിൽ അതിനെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് മറികടക്കുന്നതിൽ ഇന്ത്യ മുന്നേറുന്നു എന്നതാണ് ഇന്നത്തെ പ്രൈം സ്റ്റോറി. സൂര്യനെ കൊയ്തെടുക്കുന്ന ഇന്ത്യ. വൈദ്യുതി ഉൽപ്പാദനത്തിൽ 21% സോളാറിലൂടെ നേടി വലിയ നേട്ടം കൈവരിക്കുകയാണ് നമ്മുടെ രാജ്യം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുതി ഉപഭോഗമുണ്ടായത് ഈ കഴിഞ്ഞ ഏപ്രിൽ 25-നാണ്. 256 ജിഗാവാട്ടായിരുന്നു ഇന്ത്യയിലെ വൈദ്യുതി ഉപഭോഗം. അതിൽ 66% തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്നാണ്. 21%മായി സോളാർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. സോളാർ പ്ലാന്റുകളിലും റൂഫ് ടോപ്പ് സംവിധാനങ്ങളിൽ നിന്നുമായി 81 ജിഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 31-ന് 150 ജിഗാവാട്ട് സോളാർ ശേഷി നമ്മൾ ആർജിച്ചിരുന്നു. 2030-ഓടെ ഇത് 500 ജിഗാവാട്ട് നോൺ ഫോസിൽ ഇന്ധനക്ഷമത എന്നൊരു വലിയ നേട്ടം കൈവരിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പ്രകാരം 24 ലക്ഷം വീടുകളിലാണ് ഇതുവരെ സോളാർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് 1 കോടിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. 22 ലക്ഷത്തിലേറെ കർഷകർക്ക് സോളാർ പമ്പുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. സൂര്യനെ ഊർജ്ജ സ്രോതസ്സാക്കുന്നതിൽ ചൈനയും അമേരിക്കയും മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. റെയിൽവേ ട്രാക്കിൽ വരെ സോളാർ പാനൽ സ്ഥാപിച്ചുള്ള വലിയ പരീക്ഷണങ്ങളും രാജ്യത്ത് പുരോഗമിക്കുന്നുണ്ട്. യുദ്ധവും പ്രതിസന്ധികളുമൊക്കെ ഇനിയും മുന്നിൽ കാണുമ്പോൾ സൂര്യൻ തന്നെയാണ് നമുക്ക് തുണ.